കലിയുഗത്തെപ്പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ 5 സത്യങ്ങൾ. പഞ്ചപാണ്ഡവർ വാനപ്രസ്ഥത്തിന് പോകുന്നതിനു മുൻപ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കലിയുഗം വരികയാണല്ലോ ഭഗവാനെ, അതിൻ്റെ പ്രഭാവം എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾ 5 സഹോദരങ്ങളും വനത്തിൽ ഓരോരോ ദിശയിൽ സഞ്ചരിക്കുക. അവിടെ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എന്നോട് ഓരോന്നായി പറയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ കലിയുഗത്തിന്റെ പ്രഭാവം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതിനുശേഷം പഞ്ചപാണ്ഡവർ 5 ദിശകളിലായി വനത്തിലേക്ക് പോയി. അവിടെ അവർ വളരെ വിചിത്രവും അത്ഭുതകരവുമായ കാഴ്ചകൾ കണ്ടു. യുധിഷ്ഠിരൻ കണ്ടത് 2 തുമ്പിക്കൈയുള്ള ഒരു ആനയെ ആണ്. അർജുനൻ ഒരു പക്ഷിയെയാണ് കണ്ടത്. ആ പക്ഷിയുടെ ചിറകിൽ വേദത്തിൽ നിന്നുള്ള വരികൾ ആലേഖനം ചെയ്തിരിക്കുന്നു. പക്ഷേ അത് ഒരു ശവശരീരം കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു. ഭീമൻ കണ്ടത് ഒരു പശുവിനെയാണ്. പശു അതിന്റെ കുഞ്ഞിനെ നക്കി നക്കി ലാളിച്ചുകൊണ്ടിരിക്കുന്നു. സഹദേവനോ 4 കിണറാണ് കണ്ടത്. അതിൽ ഒരു കിണറ്റിൽ മാത്രം വെള്ളം ഇല്ല. അടുത്തുള്ള മറ്റു കിണറുകളിൽ നിറച്ച് വെള്ളവും അദ്ദേഹം കാണുകയുണ്ടായി. വെള്ളമില്ലാത്ത കിണറിന് ആഴം കൂടുതലും ഉണ്ടായിരുന്നു. നകുലൻ കണ്ടത് മലമുകളിൽ നിന്ന് ഒരു വലിയ പാറ താഴെ കുരുണ്ടുവരുന്നതാണ്. വലിയ വൃക്ഷങ്ങൾക്ക് അതിനെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഒരു ചെറിയ ചെടിയിൽ അത് തട്ടി നിൽക്കുന്നതായി അദ്ദേഹം കാണുകയുണ്ടായി. പഞ്ചപാണ്ഡവർ തിരിച്ചു വന്ന് തങ്ങൾ കണ്ട കാഴ്ചകളെപ്പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയുണ്ടായി. യുധിഷ്ഠിരൻ താൻ കണ്ട 2 തുമ്പിക്കൈയുള്ള ആനയെപ്പറ്റി ഭഗവാനോട് വിവരിച്ചു പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടതിന്റെ അർത്ഥം കലിയുഗത്തിൽ ഭരണാധികാരികൾ 2 രീതിയിലായിരിക്കും. പറയുന്നതൊന്നും ചെയ്യുന്നതും മറ്റൊന്നും ആയിരിക്കും. മനസ്സിൽ കൊണ്ടു നടക്കുന്നതൊന്നും പുറത്തു കാണിക്കുന്നത് മറ്റൊന്നും. അതുകൊണ്ട് നിങ്ങൾ കലിയുഗം വരുന്നതിനു മുൻപ് തന്നെ ഭരണം അവസാനിപ്പിക്കുക. അർജുനൻ പറഞ്ഞു, വേദത്തിൽ നിന്നുള്ള വരികൾ ചിറകിൽ ആലേഖനം ചെയ്ത ഒരു പക്ഷിയെയാണ് ഞാൻ കണ്ടത് ഭഗവാനെ. പക്ഷേ അത് ഒരു ശവശരീരം ആ സമയത്ത് കൊത്തി തിന്നുന്നുണ്ടായിരുന്നു ഭഗവാനെ. എന്താണ് ഭഗവാനെ അതിന്റെ അർത്ഥം? എനിക്ക് അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇതുപോലുള്ള മനുഷ്യർ ആയിരിക്കും കലിയുഗത്തിലുള്ളത്. അവർ സ്വയം ജ്ഞാനിയാണെന്ന് പ്രഖ്യാപിക്കും. പക്ഷേ അവരുടെ ആചാരങ്ങൾ രാക്ഷസന്മാരെ പോലെ ആയിരിക്കും. മരിക്കുന്നവരുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ആരാണ് മരിക്കുന്നത് എന്ന് നോക്കിയിരിക്കും. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ മരണം തന്നെ അവർ ആഗ്രഹിക്കും, ആ സ്ഥാനം നേടിയെടുക്കാനായി. ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ചവരുടെ ചിന്ത പൈസയും പദവിയുമായിരിക്കും. ഭീമൻ പറഞ്ഞു, ഒരു പശുവിനെയാണ് ഭഗവാനെ ഞാൻ കണ്ടത്. ആ പശു പ്രസവിച്ചതിന് ശേഷം അതിന്റെ കിടാവിനെ നക്കി നക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത് ഭഗവാനെ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കലിയുഗത്തിലെ മനുഷ്യർ അതുപോലെ ആയിരിക്കും. കലിയുഗത്തിൽ സ്വന്തം കുട്ടികളോടുള്ള വാത്സല്യം അത്രയും കൂടും. ആരുടെയെങ്കിലും പുത്രൻ വീട് വിട്ട് സന്യാസം സ്വീകരിച്ചാൽ 2000 പേർ അയാളുടെ ദർശനം നടത്തും. എന്നാൽ സ്വന്തം കുട്ടി ഒരു സന്യാസിയാകണമെന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ എന്റെ കുട്ടിയുടെ ഭാവി എന്താകും എന്ന് പറഞ്ഞു കരയും. വാത്സല്യം കൂടി എപ്പോഴും കുട്ടികളെ പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കും. കുട്ടികളെ വീട്ടിൽ തന്നെ തളച്ചിടും. അവരുടെ ബുദ്ധിവികാസത്തിന് അനുവദിക്കുകയുമില്ല. അവരുടെ ജീവിതം അവിടെ അവസാനിക്കുക തന്നെ ചെയ്യും. പുത്രൻ മരുമകളുടെ സ്വത്താണ്. പുത്രി മരുമകന്റെ സ്വത്താണ്.
നിങ്ങളുടെ ശരീരം മരണത്തിന്റെ സ്വത്താണ്, നിങ്ങളുടെ ആത്മാവ് പരമാത്മാവിന്റെ സ്വത്താണെന്നും അറിയുക. അതുകൊണ്ട് നിങ്ങൾ ശാശ്വതമായ ബന്ധത്തിനെപ്പറ്റി അറിയേണ്ടത് അത്യാവശ്യമാണ്. ഭീമന് ശേഷം സഹദേവൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഞാൻ കണ്ടത് 3-4 കിണറാണ്. അതിൽ നടുക്കുള്ള കിണറ്റിൽ വെള്ളമില്ല, എന്നാൽ ചുറ്റുമുള്ള കിണറുകൾ നിറഞ്ഞു തന്നെ കിടക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് പറഞ്ഞു തരൂ ഭഗവാനെ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിറഞ്ഞ കിണർ ഉള്ളവനെയും വരണ്ട കിണർ ഇല്ലാത്തവനെയും പ്രതിനിധാനം ചെയ്യുന്നു. കലിയുഗത്തിലുള്ളവർ വിവാഹത്തിനും ഉത്സവത്തിനും മറ്റ് ഓരോ ചടങ്ങുകൾക്കും ലക്ഷക്കണക്കിന് പൈസ ചിലവാക്കും. എന്നാൽ സ്വന്തം വീടിനടുത്ത് ആളുകൾ പട്ടിണി കിടന്നു മരിക്കുന്നത് അവർ കാണുകയുമില്ലതാൻ. അവരുടെ സ്വന്തം ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ അവർ ആർഭാടത്തിനു വേണ്ടി പൈസ ദൂർത്തടിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും സഹായിക്കാൻ പോലും തയ്യാറാകുകയില്ലതാണ്. സഹദേവന് ശേഷം നകുലൻ ശ്രീകൃഷ്ണനോട് പറയുകയുണ്ടായി, അല്ലയോ ഭഗവാനെ, ഞാൻ കണ്ടത് ഒരു വലിയ പാറ മലമുകളിൽ നിന്ന് താഴേക്ക് വരുന്നതാണ്. വലിയ വലിയ വൃക്ഷങ്ങൾക്ക് അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുമായിരുന്നില്ല താനും. എന്നാൽ ഒരു ചെറിയ ചെടി അതിനെ തടഞ്ഞു നിർത്തി ഭഗവാനെ. ആ ദൃശ്യം ആശ്ചര്യത്തോടെയാണ് ഞാൻ നോക്കി നിന്നത്. അത് കേട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു, കലിയുഗത്തിൽ മനുഷ്യർ അധപ്പതിക്കും, അഹങ്കാരികളും പാപം ചെയ്യുന്നവരും ആയിത്തീരുന്നതാണ്. അവരുടെ പതനം മഹാവൃക്ഷം പോലെ പടർന്നു പന്തലിച്ച അവരുടെ സമ്പാദ്യത്തിന് പോലും തടുക്കുവാൻ സാധിക്കുകയില്ല. നാമജപം, വേദങ്ങൾ സ്വായത്തമാക്കുക എന്നിങ്ങനെ പോലുള്ള ചെറിയ ചെടികൾക്ക് മാത്രമേ അവരെ ആ പതനത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ദയവായി ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.